ആലപ്പുഴയിൽ CPM നേതാവിനെതിരെ പരാതിയുമായി സ്വന്തം അമ്മ തന്നെ രംഗത്ത്. CPM കായംകുളം ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ എസ് പവനനാഥൻ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടുവെന്നും വൃദ്ധമാതാവ് പരാതി നൽകി. പലതവണ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതായും മാനസികമായി പീഡിപ്പിച്ചതായും അമ്മ വിമലാമണി പറയുന്നു. പാർട്ടിക്കും പോലീസിനും പരാതികൾ നൽകിയിട്ടും ഒരു ഇടപെടലും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. വീണ്ടും പഴയപടി തന്നെ പ്രതികാരവും ഓരോന്നൊക്കെ ചെയ്യുക, എനിക്ക് വെച്ചുകൂടെ തരാൻ വയ്യ, അങ്ങനെ പ്രതികാരം ചെയ്ത് സുഖമില്ലാത്ത തന്നെ മക്കളുമാർ രണ്ടും നോക്കാൻ വരും. അപ്പോൾ മൂത്തത് ഇവിടെ വരികയും ചെയ്യരുത്, അവർക്ക് ഇഷ്ടമല്ല. ഷുഗറുണ്ട്, പലമാതിരി അസുഖമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ വന്നാൽ അടിക്കും. ഇതൊക്കെ വസ്തു ഉണ്ട്, അവിടെ പോയി നിന്ന് സംസാരിച്ചോണം, ഇവിടെ വിലസാനൊന്നും ഒക്കത്തില്ലെന്നോ എന്തൊക്കെയോ പറയും. പറഞ്ഞതുപോലെ തന്നെ ഈ അടുത്ത ദിവസം വന്നപ്പം അമ്മയും മകളും കൂടെ ഇറങ്ങി അതിനെ വേണ്ടിയില്ലാത്ത ആക്ഷേപമെല്ലാം പറഞ്ഞ് മുഖത്ത് തുപ്പി അടിച്ചു. പൂജയാണ് തുപ്പിയതും അടിച്ചതും തെള്ളി താഴെയിട്ട്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുകയാണ്. സുധീഷ്, ഒരു അമ്മയാണ് ഈ പറയുന്നത്. അത് സഖാവല്ല, ആരും ആയിക്കോട്ടെ. ഒരു പൊതുപ്രവർത്തകൻ, വലിയ പദവി, CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗം എന്നത് ചെറിയ പദവിയൊന്നുമല്ല. അങ്ങനെ ഒരാൾ, ആ അമ്മ പറഞ്ഞു തുടങ്ങുന്ന വാക്ക് പഴയപടി തന്നെ എന്നാണ്. അതായത് മുൻപും അടിക്കുമായിരുന്നു, വീട്ടിൽ നിന്ന് ഇറക്കുമായിരുന്നു, മാനസിക പീഡനം ഉറപ്പായിരുന്നു, മറ്റു മക്കൾ വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ല തുടങ്ങി ആ അമ്മ വളരെ വേദനയോടെ പറയുകയാണ്. പവനനാഥൻ എന്നൊരു നല്ല പേരൊക്കെ ഇട്ട അമ്മയാണ്. ആ അമ്മയുടെ അവസ്ഥ എന്താണ്? അമ്മ എന്താണ് പറയുന്നത്? കൃഷ്ണരാജ്, ഇത് ഏറെ നാളായുള്ള ഈ അമ്മയുടെ പരാതിയാണ്. അതായത് CPMൻ്റെ കായംകുളം ഏരിയ കമ്മിറ്റി അംഗവും പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ദേവികുളങ്ങര പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റുമാണ് ഈ പവനനാഥൻ സ്വന്തം വീട്ടിൽ നിന്ന്, ഈ അമ്മയുടെയും അമ്മയുടെ ഭർത്താവിൻ്റെയും കൂടെ വീടായിരുന്നു. ആ വീട് 2000-ൽ ഒരു പണയം വെച്ച് 20,000 രൂപ എടുത്തിരുന്നു. ആ സമയത്ത് രജിസ്റ്റർ ചെയ്ത് ഈ പണം നൽകിയ ആൾക്ക് ഈ വീട് ഇത് വെച്ചിരുന്നു. അതിന് ശേഷമാണ് ഈ പണം തിരികെ നൽകി വീടെടുത്തപ്പോൾ അത് ഈ പവനനാഥൻ്റെയും ഭാര്യയുടെയും പേരിലേക്ക് എഴുതി മാറ്റി എന്നതാണ് അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാന കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കുന്നില്ല. മറ്റ് 2 മക്കൾ കൂടിയുണ്ട്, സുനിതയും അനിതയും. ഈ മക്കൾ അവിടേക്ക് വരുന്നത് പോലും ഇഷ്ടമല്ല. അവരുടെ വീട്ടിൽ പോയി താമസിക്കാൻ നിർബന്ധിക്കുന്നു. പലപ്പോഴും വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അവിടെ പോയി താമസിക്കുന്നുണ്ടെന്നാൽ അത് ഭർത്താവിൻ്റെ വീടായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വർഷങ്ങളായി താമസിച്ച ഈ വീട്ടിലുള്ള ഒരു സ്വാതന്ത്ര്യമോ ഒരു സംരക്ഷണ ബോധമോ സുരക്ഷാ ബോധമോ ഒന്നും അമ്മയ്ക്ക് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അമ്മ വീണ്ടും തിരികെ ഇവിടേക്ക് വരും. ഇവിടെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പവനനാഥനും ഭാര്യയും മകളും ചേർന്ന് ആക്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് കായംകുളം പോലീസിൽ പരാതി നൽകി, കായംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് പരാതി നൽകി. അതിന് പുറമെയാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യങ്ങളിലും ഒരു മാറ്റവുമില്ല. ഈ ഒരു ദുരനുഭവം, ഗാർഹിക പീഡനമടക്കമുള്ള ദുരനുഭവം, കയറിക്കിടക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്ത സാഹചര്യത്തിലേക്ക് ഈ അമ്മ എത്തിച്ചേരുന്നു എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അമ്മ ഇതിൽ ഇടപെടൽ വേണം എന്നാവശ്യപ്പെട്ട് ജില്ലാ സെക്രട്ടറിക്ക് അടക്കം പരാതി നൽകിയിട്ടും പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഇടപെടലുണ്ടാവുന്നില്ല, പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുണ്ടാവുന്നില്ല. പോലീസിൽ തന്നെ പവനനാഥൻ ബോധിപ്പിച്ചു എന്നതാണ് അമ്മ പറയുന്നത്, തന്നെ അവിടെ താമസിപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യം. ആ രീതിയിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത വളരെ ഒരു ദുരവസ്ഥയിലാണ് ഈ അമ്മ നിൽക്കുന്നത്. എന്നാൽ ഒരു സംവിധാനം അമ്മയെ അതായത് ഈ പാർട്ടിക്ക് അടുത്തിടെയായി വലിയൊരു കുഴപ്പമുണ്ടല്ലോ. ഈ പരാതി പറയുന്ന, അതായത് തെറ്റ് ചൂണ്ടിക്കാട്ടി പരാതി പറയുന്നവരെ മാറ്റി നിർത്തുക, കുറ്റക്കാരെ സംരക്ഷിക്കുക. നമ്മൾ ഈ പയ്യന്നൂരിൽ അത് കണ്ടതാണ്. ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടന്നുവെന്ന് പറഞ്ഞയാൾ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു, പിന്നീട് സ്ഥാനാർത്ഥിയായി മറുചേരിയിൽ മത്സരിക്കേണ്ട അവസ്ഥ വരുന്നു. ഇതുപോലൊരു അമ്മയുടെ വേദനയാണ് അവർ അനുഭവിക്കുന്നത് പറയുകയാണ്. ഒരു അമ്മ ഒരിക്കലും ഒരു മകനെ പ്രതിയാക്കണമെന്ന ഉദ്ദേശത്തോടെ കള്ളം പറയില്ലല്ലോ, ഒരമ്മയും പറയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അമ്മ പാർട്ടിയോടും പോലീസിനോടും പരാതി പറയുന്നത്. ഇപ്പോൾ പാർട്ടി ഇപ്പോഴും കൂട്ട് ഏരിയ കമ്മിറ്റി അംഗത്തിനൊപ്പമാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അമ്മയുടെ വേദന, നിരാശ അവർ തിരിച്ചറിയില്ലെന്നോ?
കൃഷ്ണരാജ് അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഇതിൽ ഒരു ഇടപെടലും ഉണ്ടാവുന്നില്ല, ഇല്ലെങ്കിൽ ഈ അമ്മയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നീക്കവും പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. ഇല്ലെങ്കിൽ പവനനാഥനെ തന്നെ താക്കീത് ചെയ്ത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പാർട്ടിയിൽ തുടരാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, ഇല്ലെങ്കിൽ പാർട്ടിക്ക് കൂടി നാണക്കേടാണ് എന്നെങ്കിലും പറയാനുള്ള ഒരു ആർജവം അത് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളെ തന്നെയാണ് മുൻപ് ജി സുധാകരൻ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എന്ന തരത്തിലും മറ്റും ചിത്രീകരിച്ചത്, ഇല്ലെങ്കിൽ അത്തരത്തിൽ വിമർശിച്ചത്. ആ രീതിയിൽ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടവർക്ക് നീതി ലഭ്യമാക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടാവാത്തപ്പോൾ തന്നെയാണ് ഇത്തരക്കാർ ഈ രീതിയിൽ ഒരു അമ്മയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കുന്ന ആൾ തന്നെ പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ തുടരുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ അമ്മ ഇനി എവിടെ ചെന്ന് ആരോട് ഈ ഒരു കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന സാഹചര്യത്തിൽ നിൽക്കുന്നു. ഇതിൽ ഏറ്റവും രസകരമായ മറ്റൊരു സംഭവം, ഏറ്റവും നല്ല പൊതുജന പ്രവർത്തകനുള്ള അവാർഡ് ഉൾപ്പെടെ വാങ്ങിയ ആളാണ് ഈ പവനനാഥൻ. അത്തരം ഒരു വ്യക്തി തന്നെയാണ് സ്വന്തം അമ്മയെ വീട്ടിൽ സംരക്ഷിക്കാതെ ഉപദ്രവിച്ച് ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത്തരത്തിൽ തന്നെയാണ് അമ്മ പരാതി നൽകിയിട്ടുള്ളതും. അതിൽ ഈ പവനനാഥൻ മാത്രമല്ല, ഭാര്യയും മകളും ഒക്കെ ചേർന്നാണ് ഒരു മകളുടെ വിവാഹം കഴിഞ്ഞണക്കെ പിന്നെ ഒരു തരത്തിലും അവിടെ കഴിയാൻ വയ്യാത്ത സ്ഥിതിയാണെന്നാണ് അമ്മ നൽകിയ പരാതിയിലും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഏത് തരത്തിൽ ആര് ഈ അമ്മയ്ക്ക് നീതി നേടിക്കൊടുക്കും എന്നതാണ് നമുക്ക് കാണേണ്ടത്. കൃഷ്ണരാജ്, ഏതായാലും വളരെ പരിഗണിക്കേണ്ടുന്ന ഒരു വിഷയമായി ഇത് മാറുന്നുണ്ട്. കാരണം ഒരമ്മ തുറന്നു പറയുന്നു, തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്നു, പലവട്ടം ശ്രമിച്ചു, പുറത്താക്കി, പിന്നെ ഒരു സ്നേഹവുമില്ലാതെ പെരുമാറുന്നു, പരാതി കൊടുത്തിട്ട് പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു അമ്മയാണ്. മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് വരെ പറയുന്ന അമ്മയാണ്. മറ്റു മക്കൾ വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടമല്ല. ഏതായാലും ജനസേവനത്തിനുള്ള മികച്ച പൊതുപ്രവർത്തകന് പുരസ്കാരം വാങ്ങിച്ച ആളാണ് ഈ പവനനാഥൻ. അതായത് പുറത്തിറങ്ങിയാൽ അടക്കിപ്പിടിച്ച ഫ്രോഡൊക്കെ വീട്ടിലെത്തുമ്പോൾ പുറത്തു വരും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും സഖാവെ അമ്മയല്ലേ. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.